പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വി കോളർ നെക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുർത്തിയുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലാദ്യം നമുക്ക് നെക്ക് ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ 3 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് എടുക്കുന്നത്. അത് മാർക്ക് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം 9 ഇഞ്ച് എടുക്കുന്നുണ്ട്. ഇത് വി കോളർ ആയതുകൊണ്ട് ഓവർലാപ്പ് ചെയ്ത് വരും. അതിന് വേണ്ടിയിട്ടാണ് കുറച്ചധികം ലെങ്ത്തിൽ എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഇതുപോലെ വി ഷേപ്പിലൊന്ന് വരച്ചെടുക്കുക. ഇവിടെ താഴെ ഞാൻ ഒരു 1/2 ഇഞ്ച് റൈറ്റിലോട്ടേക്ക് മാർക്ക് ചെയ്തിട്ട് ആ പോയിന്റിലേക്കാണ് ഇതുപോലെ വി നമുക്ക് വരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ വി ഒന്ന് വരച്ചെടുക്കാം. അതിനുശേഷം 1/2 ഇഞ്ച് ഞാനിവിടെ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നുണ്ട്. അതും കൂടി മാർക്ക് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഈ ഷോൾഡർ സ്ലോപ്പ് കട്ട് ചെയ്തു. അതിനുശേഷം ബാക്ക് പീസ് മാറ്റി വെച്ചിട്ട് നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ ഈ ഒരു വി ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിവിടെ ചെറിയൊരു കട്ട് കൊടുക്കാം ഇതുപോലെ. അതിനുശേഷം നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്യാം. കോളർ നെക്ക് ആയതുകൊണ്ട് ബാക്കിൽ അധികം ഇറക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു 1/2 ഇഞ്ച് മാത്രം ഞാനിവിടെ മാർക്ക് ചെയ്തിട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിലൊന്ന് വരച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ. എന്നിട്ട് നമുക്ക് അവിടെ ഒരു ചെറിയ കർവ് ഷേപ്പ് കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ചിലരൊക്കെ ഇത് കട്ട് ചെയ്യാണ്ടും ചെയ്യുന്ന കാണാറുണ്ട് കോളർ. അതും കുഴപ്പമില്ല, ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും. ഇനി നമുക്ക് ഇതുപോലെ ബാക്ക് പീസിൻ്റെ നല്ല വശം ഇതുപോലെ കാണുന്ന രീതിയിൽ വെച്ചിട്ട് ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം ഇതിൻ്റെ മേലേക്ക് ഇതുപോലെ ചേർത്ത് വെക്കുക. രണ്ട് ഭാഗത്തും നല്ല വശങ്ങൾ ചേർത്ത് വെക്കുക. എന്നിട്ട് നമുക്കിതാ ഈ ഷോൾഡർ ഒന്ന് രണ്ട് സൈഡിലും ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഷോൾഡർ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നിവർത്തിയിട്ടിട്ട് ഈ ഒരു കോളറിന് എത്ര ലെങ്ത്തിലുള്ള ക്ലോത്ത് എടുക്കണം എന്ന് നോക്കാൻ വേണ്ടി നമുക്കിതൊന്ന് മെഷർ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിത് ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് നമുക്കൊന്ന് മെഷർമെൻ്റ് എടുക്കാം. അപ്പോൾ നമുക്ക് ടോട്ടൽ ഒരു 25 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ അതിനേക്കാൾ ഒരു 7 ഇഞ്ചോളം കൂടുതൽ ലെങ്ത്ത് വരുന്ന ക്ലോത്താണ് ഞാൻ കോളറിന് വേണ്ടി എടുത്തിട്ടുള്ളത്. 32 ഇഞ്ചോളം എടുത്തിട്ടുണ്ട്. പിന്നെ 4 ഇഞ്ച് വിഡ്ത്തും ഉണ്ട് ഈ ക്ലോത്തിന്. അതിൽ ഞാൻ ഇതുപോലെ ഒരു പേപ്പർ ക്യാൻവാസ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ക്ലോത്ത് നല്ല കട്ടിയുള്ളതാണെങ്കിൽ പേപ്പർ ക്യാൻവാസ് ഒട്ടിക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒട്ടിച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കി അയൺ ചെയ്ത് എടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു ഭാഗം ഞാൻ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഉള്ളിലോട്ടേക്കൊന്ന് മടക്കി വെച്ചിട്ട് ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ കോളർ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നല്ല നീറ്റായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. ചിലരൊന്നും ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്ന കാണാറില്ല. ഞാൻ അതും കൂടി ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്കിതെങ്ങനെയാണ് കോളറായിട്ട് അറ്റാച്ച് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു കട്ടിങ് കൊടുത്തില്ലേ, ആ ഒരു സ്ഥലത്ത് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോകാം. ആ കട്ടിങ് കൊടുത്ത ആ കട്ടിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് വരെ മാത്രമേ അത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. താഴത്തോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യരുത്. അപ്പോൾ ഞാൻ അതുപോലെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു കട്ടിട്ട് കൊടുത്ത ആ ഒരു ഭാഗത്ത് ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്കിത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് വരാം. അടുത്ത കട്ടിങ് വരുന്ന ഭാഗത്ത് സ്റ്റിച്ചിങ് നിർത്തിയിട്ട് നമുക്ക് ആ ക്ലോത്തിന് കുറച്ചധികം ലെങ്ത്ത് ഉണ്ടെങ്കിൽ അതൊന്ന് കുറച്ച് ലെങ്ത്ത് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഈ ഒരു ഗ്യാപ്പിലേക്കൂടെ ഇതുപോലെ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ഉള്ളിലേക്ക് വെച്ചിട്ട് നമുക്ക് ഇതിങ്ങനെ കറക്റ്റാക്കി വെക്കാം. ഈ താഴത്ത് വരുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് ഇതുപോലെ ഉള്ളിലോട്ടേക്ക് മടക്കി വെച്ചിട്ട് ഇവിടെ മുതൽ നമുക്ക് ചുറ്റും ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
ഇനി ഇതാ ഉള്ളിൽ വരുന്ന ഭാഗം നമുക്ക് ഇതുപോലെ വെച്ചിട്ട് അവിടെ 2-3 സ്റ്റിച്ച് ഒന്ന് സ്ട്രോങ് ആയിട്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതാ ഈ ബാക്കി വരുന്ന ക്ലോത്ത് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോഴേക്കും നമ്മളെ ഈ വി കോളർ റെഡി ആയിട്ടുണ്ടാവും. കണ്ടില്ലേ? ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാവുക കാണാൻ. ഈ കുർത്തി ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ദാ ഫൈനൽ ലുക്ക് ഇതുപോലെയാണ് ഉണ്ടാവുക. ഈ നെക്ക് കാണാൻ നല്ല ഭംഗിയില്ലേ? അപ്പം എളുപ്പത്തിൽ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.